സേലം കൊച്ചി ദേശീയപാതയിൽ കോയമ്പത്തൂരിൽ മലയാളികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കുന്നത്തുനാട് പോലീസിനെതിരെ പരാതി. പോലീസ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആലുവ റൂറൽ എസ്പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, 2 ദിവസം മുൻപ് സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളികളായ കാർ യാത്രക്കാർ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ എങ്ങനെയാണ് കുന്നത്തുനാട് പോലീസിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നത്? അവിടെ മധുക്കര പോലീസും പാലക്കാട് പോലീസുമാണല്ലോ അന്വേഷണം നടത്തുന്നത്. രഞ്ജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഈ യുവാക്കളുടെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ യുവാക്കൾ പറയുന്നൊരു കാര്യം, ഈ തങ്ങളുടെ സ്വദേശം പട്ടിമറ്റത്താണ്, അതുകൊണ്ട് തന്നെ ഈ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് തങ്ങൾ പരാതി നൽകിയത്. കാരണം തങ്ങൾക്ക് ഇവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം വലിയ സംഭവമായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ ഭയപ്പെട്ടുകൊണ്ട് ആ കുട്ടികളുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീടാണ് ഇതൊരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആള് മാറിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായെന്നൊക്കെ അറിഞ്ഞത് ഇന്നലെ ഓടുകൂടിയാണ്. പക്ഷേ അതുവരെ ഈ 4 സുഹൃത്തുക്കൾക്കും വലിയ ആശങ്കയായിരുന്നു. തങ്ങൾക്ക് നേരെ ഇനിയും ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ, തങ്ങൾക്ക് വീണ്ടും തങ്ങളുടെ വാഹനം എടുക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതാണ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്ക നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വന്തം നാട്ടിലെത്തിയതിനു ശേഷം പോലീസിന് പരാതി നൽകാനായി തീരുമാനിച്ചത്. ഇതുകൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വളരെ മോശം പ്രതികരണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ അന്വേഷണം എന്താണെന്നോ അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് പോലും ഇവർ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ഈ യുവാക്കൾ ഈ വീഡിയോ സഹിതം കാണിക്കാൻ തയ്യാറായിട്ട് പോലും പോലീസ് അതിൽ യാതൊരുവിധ ഗൗരവത്തോടു കൂടിയല്ല യുവാക്കളോട് പെരുമാറിയത്. ഇത് തന്നെയാണ് ഇവർക്ക് വളരെയേറെ വിഷമിപ്പിക്കുന്നതും. ഇനിയും തങ്ങൾക്ക് നേരെ ഇതൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാലോ തങ്ങളുടെ ജീവന് അപകടത്തിലാണ് എന്ന് വരെ ഈ പോലീസിനോട് പറഞ്ഞിട്ട് പോലും വേണ്ട രീതിയിൽ ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് മാധ്യമങ്ങളോടടക്കം യുവാക്കൾ പരാതിപ്പെട്ടത്. പിന്നീടാണ് യുവാവ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. ഇതിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്നുള്ള വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആലുവ റൂറൽ എസ്പി ബൈബിൾ സക്സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഈ കുട്ടികൾ പരാതി നൽകാൻ എത്തിയിട്ടും അത് സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുവാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വളരെ വിവരങ്ങൾ നൽകിയത്.